പെരുന്നാളിന്റെ തക്ബീറുമായി ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുന്നു. പെരുന്നാൾ സംബന്ധമായി വളരെ മുഖ്യമായൊരു സുന്നത്താകുന്നു തക്ബീർ. തക്ബീറിൽ മുർസല്, മുഖയ്യദ് രണ്ട് വിഭാഗം തക്ബീറുകളുണ്ട്. മുർസല് എന്നാൽ നിസ്കാരത്തിന്റെ ശേഷം എന്ന പ്രത്യേക ഉപാധി കൂടാതെ എപ്പോഴും ചെയ്യേണ്ടത്, അഥവാ യുന്തബു തക്ബീറു, തക്ബീർ സുന്നത്താണ് ബി ഖുറൂബി ശംസി ലൈലത്തൈൽ ഈദി, രണ്ട് പെരുന്നാൾ രാവിനും, വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ രണ്ട് പെരുന്നാൾ രാവിനും മഗ്രിബ് മുതൽ ഇലാ ഇഹ്റാമിൽ ഇമാമു ബി സ്വലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരം കൊണ്ട് ഇമാമ് തക്ബീർ കെട്ടുന്നത് വരെ. ആ തക്ബീറുകൾ ഫിൽ മനാസിലി, വീടുകളിലും വഴികളിലും, വല്ല അസ്വാഖി, അങ്ങാടികളിലും, മസാജിദി, പള്ളികളിലും ഒക്കെ വേണം. ബിറഫ്റ്റി സൗത്തി, അല്പം ശബ്ദം ഉയർത്തണം. ലിഗൈരി മറ, പെണ്ണല്ലെങ്കിൽ അർത്ഥം ശബ്ദം ഉയർത്തണം. അങ്ങനെ ഫുള്ളായിട്ട് സദാ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ പേരാകുന്നു തക്ബീർ മുർസല്. ഈ തക്ബീർ മുർസല് എന്ന തക്ബീർ വളരെ ശ്രദ്ധിക്കണം. നിസ്കാരവുമായിട്ട് പ്രത്യേക ബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിന് തക്ബീർ മുർസല്, തക്ബീർ മുത്തലഖ് എന്നൊക്കെ പറയുന്നത്. നിസ്കാരം കൊണ്ട് പ്രത്യേക ബന്ധമില്ലാത്തതിന് വേണ്ടി. നിസ്കാരത്തിന്റെ ശേഷവും ചെല്ലാം, പക്ഷെ നിസ്കാരത്തിന്റെ ശേഷം ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും തഹ്ലീലും നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞതിന്റെ ശേഷം മതി, എപ്പോഴും ചെല്ലാവുന്നതാണ്. അഥവാ രണ്ട് പെരുന്നാൾ രാവിനും മഗ്രിബ് മുതൽ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിന്റെ തക്ബീർ വരെ, ഒരാൾ ജമാഅത്തിൽ കൂടാതെ നിസ്കരിക്കുകയാണെങ്കിൽ സ്വന്തം തക്ബീർ നിസ്കാരം തുടങ്ങുന്നത് വരെ, ഇനി ഒരാൾ തീരെ അന്ന് പെരുന്നാൾക്കാരൻ നിസ്കരിക്കണില്ല എന്നാലും ളുഹർ വരെ ഈ തക്ബീർ അവനെ സംബന്ധിച്ചിടത്തോളം ളുഹർ വരെ സുന്നത്താണ്. ഈ തക്ബീറുകൾക്ക് മുർസല് എന്ന് പേര് പറയാൻ കാരണം മുർസല് മുത്തലഖ് പറഞ്ഞാൽ നിരുപാധികമുള്ളത്, നിസ്കാരത്തിന്റെ ശേഷം എന്ന ഉപാധി ഇല്ലാത്തത്. അപ്പൊ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, തക്ബീർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ തക്ബീറുകൾ നിസ്കാരത്തിന്റെ ശേഷം കൊണ്ടുവരുമ്പോ നിസ്കാരത്തിന്റെ പ്രത്യേകമുള്ള ദിക്റുകളും തസ്ബീഹുകളും ദുആകളും കഴിഞ്ഞതിന്റെ ശേഷമാണ് ചൊല്ലേണ്ടത്. മറ്റൊരു വിഭാഗം തക്ബീറാണ് മുഖയ്യദായ തക്ബീർ. മുഖയ്യദായ തക്ബീർ ബലി പെരുന്നാൾക്ക് മാത്രമാണുള്ളത്. യുന്തബു തക്ബീറു മിൻ സുബ്ഹി യൗമി അറഫ ഇലാ അശ്രി അയ്യാമി തശ്രീഖ്. അയ്യാമി തശ്രീഖ് പറഞ്ഞാൽ ദുൽഹിജ്ജ 13 അസ്ർ വരെ, ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽക്ക്. നമ്മുടെ നാട്ടിൽ ഹാജിമാർക്ക് അല്ലാത്തവർക്കുള്ള സുന്നത്താണ് ഈ പറഞ്ഞത്. അവർക്ക് സമയം മാറും. തക്ബീർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് നിസ്കാരത്തിന്റെ ശേഷം മാത്രം. ഈ നിസ്കാരത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നിസ്കാരം പെട്ടു? വല്ലു അന്ന യുക്കബിറു ഫി ഹാദിൽ അയ്യാമി, ഈ ദിവസങ്ങളിൽ അവൻ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ലിൽ ഫായിത്തത്തി, ഖളാ വീട്ടാണെങ്കിലും, വൽ നാഫിലത്തി സുന്നത്താണെങ്കിലും, വൽ മൻദൂറത്തി നിർച്ച നിസ്കാരമാണെങ്കിലും, അതുപോലെ തന്നെ റാത്തിബത്തി റാത്തിബ് സുന്നത്തുകളാണെങ്കിലും, അതുപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങൾക്കും വേണം. വൽ ളുഹാ ളുഹാ നിസ്കാരമാണെങ്കിലും, വൽ ഈദി പെരുന്നാൾ നിസ്കാരമാണെങ്കിലും. അപ്പം ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിച്ച ഉടനെ അവിടെയും സുന്നത്തുണ്ട് ഈ തക്ബീർ. അക്ബ സ്വലാത്ത് വ അക്ബ സ്വലാത്ത്, ജനാസ നിസ്കാരാണെങ്കിലും തക്ബീർ സുന്നത്തുണ്ട്. തുഹഫ 3-ാം വാള്യം 53-ാമത്തെ പേജ്. പക്ഷെ ഫർളുകൾക്ക് ശേഷം മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ പരിപാടികൾ നടത്താറുള്ളൂ. അത് പോരാ. സുന്നത്തുകൾക്കും ഖളാഉകൾക്കും ഒക്കെ ശേഷം വേണം. പ്രത്യേകം ഓർക്കണം, ഈ സുബൈന്റെയും അറഫാ ദിനം എന്നാൽ ദുൽഹിജ്ജ 9 സുബൈന്റെയും 13 വൈകുന്നേരത്തിന്റെയും ഇടക്ക് മയ്യിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ ശേഷം വരെ ഈ തക്ബീർ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങള് തന്റെ തുഹഫ വാള്യം 3 52 പറഞ്ഞിട്ടുണ്ട്. ഈ മുഖയ്യദായ തക്ബീർ ചെറുപെരുന്നാൾക്ക് ഇല്ല. നിസ്കാരത്തിന്റെ ശേഷം സലാം വീട്ടിയ ഉടനെയാണ് ഈ തക്ബീറുകൾ. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറിന് മുമ്പാണ് മുഖയ്യദായ തക്ബീർ എന്ന ബലിപെരുന്നാൾ ദിവസത്തിൽ, ബലിപെരുന്നാളിന്റെ അറഫ 9 മുതൽ 13 വരെയുള്ള ഈ തക്ബീറുകളാണല്ലോ നിസ്കാരത്തിന്റെ ശേഷമുള്ള മുഖയ്യദായ തക്ബീർ. സലാം വീട്ടിൽ ഉടനെ കൊണ്ടുവരണം. ആയത്തുൽ കുർസിന്റെ സുബ്ഹാനല്ലാഹി അല്ലാഹു അക്ബറിന്റെ ഒക്കെ മുമ്പാണ് മുഖയ്യദായ തക്ബീർ. അപ്പൊ നിസ്കാരം സലാം വീട്ടിൽ ഉടനെ എന്ന ഉപാധിയുള്ളത്. ഇങ്ങനെ ഒരു തക്ബീർ നിസ്കാരത്തിന്റെ ഉടനെ പ്രത്യേകമായിട്ട് സുന്നത്തില്ല ചെറിയ പെരുന്നാൾക്ക്. അത് വലിയ പെരുന്നാൾക്ക് മാത്രമാണ് ഉള്ളത്. ഒരു ഖീല പ്രകാരം അതും സുന്നത്തുണ്ട്. തുഹഫ 3-ാം വാള്യം 53-ാം പേജ് നോക്കുക. ചുരുക്കത്തിൽ മുർസല് എന്ന അത് കുറച്ച് സമയമേ ഉള്ളൂ. ഒരു മഗ്രിബ് മുതൽ പെരുന്നാൾക്കാരൻ വരെ എപ്പോഴും ചൊല്ലേണ്ടത്, നിസ്കാരത്തിന്റെ ശേഷം എന്ന ഉപാധി ഇല്ലാത്തത്. ആ മുർസല് 2 പെരുന്നാളുകൾക്കും ഉണ്ട്. മുഖയ്യദ് എന്ന സലാം വീട്ടി ഉടനെ ചൊല്ലൽ സുന്നത്ത് എന്നുള്ള ആ നിലക്കുള്ള
അറഫാന്റെ 9 മുതൽ ദുൽഹിജ്ജ 13 അയ്യാമുത്ത് ശരീക്കിന് വൈകുന്നേരം വരെ നിക്കാരത്തുനിന്ന് സലാം വീട്ടി ഉടനെയുള്ള മുഖയ്യദായ തക്ബീർ അത് ബലി പെരുന്നാൾക്ക് മാത്രമേ ഉള്ളൂ, ചെറിയ പെരുന്നാൾക്കില്ല. മഗ്രിബ് മുതൽ പെരുന്നാൾക്കാരം വരെയുള്ള ഈ നിക്കാരങ്ങളുടെ ഉടനെ ചെറിയ പെരുന്നാൾക്കും സുന്നത്തുണ്ട് എന്നൊരു ഖീലയാകുന്നു, അത് പ്രബലം അല്ല. തക്ബീറുകൾ നല്ലവണ്ണം ചൊല്ലണം, അതിന്റെ സീഗകളൊക്കെ ശ്രദ്ധിക്കണം. റഹ്മാനായ റബ്ബ് നാഫിയായ ഇൽമ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ബലിപെരുന്നാളിന്റെ മുഖയ്യദായ തക്ബീർ തുടങ്ങുന്നത് അറഫാ ദിനത്തിന്റെ സുബൈ മുതൽക്കാണ് എന്ന് പറഞ്ഞല്ലോ. അഥവാ അറഫാ ദിനത്തിന്റെ സുബൈ മുതൽക്ക് അയ്യാമുത്ത് ശരീക്കിന്റെ അസർ വരെ എന്ന് പറഞ്ഞാൽ അസുർ അവസാനത്തെ നിസ്കാരം എണ്ണിയതാണ്. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് വരെ ഈ പറഞ്ഞത് ഹാജിമാര് അല്ലാത്തവർക്കാണ്. അറഫയിലും മുസ്ദലിഫയിലും മിനയിലും ഒക്കെ ഉള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫാന്റെ സുബൈ മുതൽക്കല്ല സുന്നത്ത്, പെരുന്നാളിന്റെ ലുഹർ മുതൽക്കാണ് സുന്നത്ത്. കാരണം അവർക്ക് മിക്കവാറും തൽബിയത്തുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. അറഫാ ദിനത്തിലും പെരുന്നാൾ രാവിലുമൊക്കെ അവർക്ക് ഒന്നാം തഹല്ലുല് വരെ, അഥവാ ഒന്നാം തഹല്ലുലിന്റെ ജംറത്തുൽ അഖബയാണ് ആദ്യം എറിയുന്നത് എങ്കിൽ അതുവരെ അവർക്ക് തൽബിയത്ത് സുന്നത്താണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ളുഹർ മുതൽക്കാണ് തക്ബീറിന്റെ സമയം പ്രവേശിക്കുന്നത്. മറ്റൊരു കാര്യം ഒരു സഹോദരൻ ചോദിച്ചത് കൊണ്ടുകൂടി പറയണം, പ്രത്യേകം ശ്രദ്ധിക്കണം. മഗ്രിബിന്റെ ശേഷം പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ സുന്നത്താണ്, 2 പെരുന്നാൾ രാവിനും. അതിനാണ് മുർസലായ തക്ബീർ എന്ന് പറയുക എന്ന് പറഞ്ഞല്ലോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോ ബലി പെരുന്നാൾ രാവിന് മഗ്രിബ് മുതൽക്കും ഈ മുർസലുണ്ടല്ലോ. പക്ഷെ അവിടെ മുഖയ്യദായ തക്ബീറിന്റെ സമയമാകയാൽ അവിടെ നിസ്കാരത്തിന്റെ ഉടനെ തന്നെയാണ് തക്ബീർ ചെല്ലേണ്ടത്. വന്തറജ ഫീഹാ ലൈലത്തുൽ ഈദ്, അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞതിൽ ലൈലത്തുൽ ഈദും കൂടി പെടുന്നുണ്ട്. അതായത് അറഫ മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസം വരെ നിസ്കാരത്തിന്റെ ഉടനെ തക്ബീർ ചെല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞതിൽ വന്തറജ ഫീഹാ ലൈലത്തുൽ ഈദ്, ബലി പെരുന്നാൾ രാവും അതിൽപ്പെട്ടു. ഫൈസന്നു തക്ബീറു ഫീഹാ ലിൽ ഫൈസന്നു തക്ബീറു ഫീഹാ അഖ്ബ സ്വലവാതി. അപ്പൊ നിസ്കാരത്തിന്റെ ഉടനെ തക്ബീർ സുന്നത്ത് എന്നുള്ളത് ആ രാത്രിയിലും പെട്ടു. ഒയ്സമ്മ മുഖയ്യദ മിൻ ജേതി കൗനി താബിയല്ലി സ്വലവാത്തി. അപ്പൊ നിസ്കാരത്തിന്റെ ഉടനെ എന്നുള്ള നിലക്കതിന് മുഖയ്യദ തക്ബീർ എന്ന് പറയാം. വൈകാന യുസമ്മ അയ്ളൻ മുർസല തക്ബീർ എന്നും പറയാം. മിൻ ജേതി കൗനി വാഖിഅൻ ഫീ ലൈലത്തുൽ ഈദ്. കാരണം പെരുന്നാൾ രാവ്, 2 പെരുന്നാൾ രാവും മഗ്രിബ് മുതൽ പെരുന്നാൾക്കാരൻ വരെ ഉള്ള തക്ബീറുകൾക്കൊക്കെ മുർസൽ എന്ന് പറയാലോ. ആ നിലക്ക് മുർസൽ എന്നും പറയാം. നിസ്കാരത്തിന്റെ ഉടനെ സുന്നത്തുള്ള സമയമാണ് ബലി പെരുന്നാളിന്റെ രാവ് എന്നുള്ള നിലക്ക് അതിന് മുഖയ്യദായ തക്ബീർ എന്നും പറയാം. ഫലഹു ഇഅ്തിബാറാനി. അപ്പൊ 2 പരിഗണന അതിന് നൽകണം എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി 3-ാം വാല്യം 53-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ വാല്യം 3 52-ാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലാ യുകബ്ബിറുൽ ഹാജു, അറഫയിലോ മുസ്ദലിഫയിലോ മിനയിലോ ഉള്ള ഹാജിമാർ തക്ബീർ ചൊല്ലരുത് ലൈലത്തുൽ അദ്ഹ, ബലി പെരുന്നാളിന്റെ രാവിൽ. ബൽ യുലബി, കാരണം അവർ തൽബിയത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് അവരാരും ഹാജിമാരാരും അറഫാന്റെ സുബൈ മുതൽ തക്ബീർ തുടങ്ങരുത്. അവർ വയുകബ്ബിറുൽ ഹാജു, മിനയിലും മറ്റുമുള്ള ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഹാജിമാർ തക്ബീർ ചൊല്ലി തുടങ്ങേണ്ടത് മിൻ ലുഹരിൻ നഹരി, ബലി പെരുന്നാൾ ദിവസത്തിന്റെ ലുഹർ മുതൽക്കാണ്. കാരണം അവരുടെ 1-ാം തഹല്ലുൽ കഴിഞ്ഞാൽ പിന്നെ ആദ്യമുള്ള നിസ്കാരം ആ ലുഹർ നിസ്കാരമാണ്. ആ ലുഹർ നിസ്കാരം മുതൽക്കാണ് അവർ നിസ്കാരങ്ങളുടെ ഉടനെയായ മുഖയ്യദായ തക്ബീർ ചൊല്ലി തുടങ്ങേണ്ടത്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ചെല്ലാവുന്ന തക്ബീർ എന്ന് പറഞ്ഞാൽ മുർസലായ തക്ബീർ എന്ന് പറയും. ആ മുർസലായ തക്ബീർ 2 പെരുന്നാൾക്കും മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണെന്ന് പറഞ്ഞു. ഹാജിയെ സംബന്ധിച്ചിടത്തോളം തെൽബിയത്ത് സുന്നത്തുണ്ടാകുമ്പോൾ ആ തെൽബിയത്ത് സുന്നത്തുണ്ടാകുമ്പോൾ തക്ബീർ അവർക്ക് സുന്നത്തുമില്ല. ഇവിടെ പൊതു പറയേണ്ടത് ഹാജിമാർ 11-നും 12-നും 13-നും ഒക്കെ അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസങ്ങളിൽ കല്ലെറിയാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും
തക്ബീറുകൾ അങ്ങനെ വർദ്ധിപ്പിക്കുന്നതായ ഒരു പ്രവണത കാണാം. സത്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക തക്ബീർ സുന്നത്തേ ഇല്ല. കാരണം മുഖയ്യദായ തക്ബീറുകൾ നിസ്കാരത്തിന്റെ ശേഷമേ ഉള്ളൂ. മുർസലായ തക്ബീറാണെങ്കിലോ പെരുന്നാൾ ദിവസത്തിന്റെ ളുഹറിന്റെ ശേഷം ഒരാൾക്കും സുന്നത്തും ഇല്ല. എപ്പോഴും ചൊല്ലുന്ന തക്ബീറിന്റെ പേര് മുർസലായ തക്ബീർ. അത് പെരുന്നാൾ ദിവസത്തിന്റെ ളുഹറിന്റെ ശേഷം ആർക്കും സുന്നത്തേ ഇല്ല. അപ്പം അതിന്റെ ശേഷം 11-നും 12-നും 13-നും ഒക്കെ ചൊല്ലേണ്ട തക്ബീർ വെറും മുഖയ്യദായ തക്ബീറുകൾ മാത്രമാണ്, നിസ്കാരത്തിന്റെ ശേഷം മാത്രമാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം അല്ലാതെ കല്ലെറിയാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ കേരളീയരായ ഗ്രൂപ്പ് അമീറുമാരടക്കം പലരും തക്ബീർ ചൊല്ലിക്കൊടുക്കാറുണ്ട്. അത് ഏത് കാലത്തിലും ശവ്വാലും റമളാനിലും ദുൽഖഅദിലും ഒക്കെ ചൊല്ലുന്ന തക്ബീർ പോലെ എന്നല്ലാതെ പെരുന്നാളിന്റെ ഷിആറായ പെരുന്നാളിന് പ്രത്യേകം സുന്നത്തായ തക്ബീറിന്റെ കൂട്ടത്തിൽ അത് പെടുക തന്നെയില്ല. അവിടെ തക്ബീറായാലും സ്വലാത്തായാലും മൗലിദായാലും മറ്റു മദ്ഹുകളായാലും ദുആകളായാലും ഒന്നും ചൊല്ലലും ചെല്ലാതിരിക്കലും ഒക്കെ ആകാം. പ്രത്യേകമായ തക്ബീറിന് അവിടെ ഒരു സ്ഥാനമേ ഇല്ല. അയ്യാമു തശ്രീഖാണ് അഥവാ രണ്ടാമത്തെയും മൂന്നാമത്തെയും പെരുന്നാൾ ദിവസമാണ് എന്നുള്ള നിലക്കാണ് ആളുകൾ തക്ബീർ ചെല്ലുന്നത്. അതിനൊരടിസ്ഥാനം ഇല്ല. കാരണം ബലിപെരുന്നാളിന്റെ ശേഷം 11, 12, 13 എന്ന അയ്യാമു തശ്രീഖുകളിൽ നിസ്കാരത്തിന്റെ ശേഷമല്ലാതെ പ്രത്യേക ഒരു തക്ബീർ സുന്നത്തേ ഇല്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കാറുണ്ട്.